Don't believe Shiro. When it comes to the Garcias, I'm the good boy. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെഗാ സാധനം കിട്ടും. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് കിട്ടാൻ പോകുന്നത് പക്ഷെ അത് ഏതുന്നത് അങ്ങനെ മറന്നുപോയി. ഇല്ലല്ലോ അവിടെ മറ്റൊരു കാറ് കിട്ടുമായിരുന്നു എനിക്ക്. അത് എന്തേന്ന് ഞാൻ മറന്നുപോയി. കളിയും കളിക്കാം. അത് മാത്രമല്ല നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം നോക്കുന്നതാണ്. ലെറ്റ്സ് ഗോ. പിന്നെ ബണ്ണി ബെഡലും കാര്യമൊക്കെ എയർപോർട്ടാണ് എടുക്കാൻ നോക്കാം. എൻ്റെ ആഗ്രഹമായിരുന്നു എടുക്കണം എന്നുള്ളത്. നമ്മൾ 4 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു പ്രാവശ്യം VR കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം കാര്യമൊക്കെ കിട്ടും. മാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ 2 കണ്ണ് വെച്ചിട്ട് കളിക്കാൻ നോക്കാം. ആദ്യത്തെ 2 കണ്ണ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ട് ലോങ് എടുക്കുന്നുണ്ട്. എനിവേ ഗീവവേയുടെ ഡീറ്റെയിൽസ് എല്ലാം കടന്ന് വരുന്നതായിരിക്കും. ബിക്കോസ് നിങ്ങൾ ഗീവവേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പ്ലെയറിനൊരു പേരുണ്ടാവും. അതും കൂടി നിങ്ങൾ സെൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് ഫ്രണ്ടാക്കാൻ പറ്റും. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഓക്കെ, ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വണ്ടിയുണ്ട്. അവിടെ നിന്ന് ലൂട്ടൊക്കെ സെറ്റായിട്ട് കില്ലൊക്കെ എടുത്തിട്ട് നമുക്ക് ട്രാവലിങ് തുടങ്ങാം. പിന്നെ ട്രാവലിങ് തുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം വണ്ടി നിർത്താതിരിക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. പക്ഷെ കുറേ ആൾക്കാർ വണ്ടി അടിച്ച് പൊട്ടിക്കും. അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കിട്ടിയതോടെ നമുക്ക് മറ്റേ VSK കൊണ്ട് കിട്ടിയായിരുന്നു. ചെറിയൊരു ഒത്തിരി നാൾ വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ക്ഷമിക്കണം. എന്തായാലും കളിക്കുന്ന ഒട്ടൊരു കുറവില്ല. എൻട്രോ ഒക്കെ മറന്നു വിടാവേ. ഇനിമേ നമ്മൾ 2 year old അടിക്കാൻ പോവാണ്. അതുമാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം, എനിക്ക് വേണം. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് സബും കൂടി ചെയ്ത് വയ്ക്കുക. അല്ല സാധാരണ ഇതിൻ്റെ മുകളിൽ ഒരു വണ്ടി കിടക്കണമാണ് പ്ലീസ്. അങ്ങോട്ടേക്ക് നമുക്ക് പോകണ്ട. സ്കോപ്പ് ഇല്ലാണ്ട് പറ്റുന്നില്ല. ഹെഡ്ഷോട്ടിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1v1 കളിക്കണമെങ്കിൽ വിളിക്കാം. പക്ഷെ പൊട്ടൂന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പൊട്ടൂന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എൻ്റെ കളിയിലൊന്നും എനിക്കൊന്നും ഒരു ബോധ്യമുണ്ട്. ഒരിക്കലും ജാടയാന്ന് പറയരുത്. ഉള്ള കാര്യം ആരും ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് പറഞ്ഞാണ്. ACG നമ്മളെടുക്കാം. ഹെഡ്ഷോട്ട് അടിക്കാം. Down. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല.
പിന്നെ ഫിംഗർ സ്ലീവ് ഇടാത്തതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ റെക്കോർഡ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ലാത്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കിട്ടില്ല, അങ്ങനെ ഒരു പരിപാടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് വല്ലാത്ത ഇഷ്ടമാണത്. അപ്പോൾ ഈ കളി മാക്സിമം ക്വയറ്റായിട്ട് കളിക്കാൻ ഞാൻ നോക്കാം. ഓക്കെ, അതാണ് ഞാൻ മുമ്പേ ഹെഡ്ഷോട്ട് അടിച്ച് കാണിച്ചത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അതിൻ്റെ ഓപ്പണിങ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഹെഡ്ഷോട്ട് അടിക്കും. ആക്ച്വലി ഒരുവിധം ഞാൻ അങ്ങനെയാണ് അടിക്കാറുണ്ടായിരുന്നത്. എൻ്റെ മോളിൽ കയറണം, ഞാൻ മോളിൽ കയറട്ടെ. ഓക്കെ, എൻ്റെ ലൂട്ടി പോയിട്ട് എനിക്ക് ACG എടുക്കണം. പിന്നെ കളിയുടെ അവിടെ ഞാൻ വുഡ്പക്കറും കണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഫൈറ്റിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ എടുക്കാൻ മറന്നു ACG. എൻ്റെ ACG പോയിട്ടുണ്ട്. തൽക്കാലം വുഡ്പക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഇവിടെ മറ്റേ ഇല്ലടാ മുമ്പിലേക്ക് ഈ വുഡ്പക്കർ വെച്ചിട്ട് നല്ല കണ്ണാണ് കമ്പയറിങ് ടു SKS. ഇവിടെ എനിമീന്ന് പറയാൻ പറ്റില്ലല്ലോ. ടവറിന് ആരോ ഉണ്ട് കേട്ടോ ഗൈസ്, അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ടവറിൻ്റെ അവിടെ ആരോ ഉണ്ട്. ഓക്കെ, ടവറിൻ്റെ അവിടെ ആരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവന്മാർ പോയി അടിക്കാൻ വേണ്ടി നമുക്ക് പോകണം. കുറച്ച് പണിയുണ്ട്. ഓക്കെ, എനിക്ക് വൺടാപ്പ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഒരു സന്ദർഭമുണ്ടല്ലോ, ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ ബാൽക്കണിയിൽ ഞാൻ കണ്ടു. ഞാൻ നേരെ വെച്ചടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇതിൻ്റെ മുകളിൽ വരുത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. മുകളിലുള്ളതിനടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി. അതാണ് ഈ M10, അതാണ് M10. ആകണം M10 കണ്ടോ. മുമ്പേ ഞാൻ എടുത്ത ഗണ്ണിൻ്റെ റേറ്റ് ഓഫ് ഫയർ ഇതിൻ്റെ ഡാമേജ് റേറ്റ് ഓഫ് ഫയർ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾ, നല്ല ഡിഫറൻസ് ഉണ്ട്. മണ്ടേനൊക്കെ അടിയിട്ടൊന്നും അറിയില്ല. അവിടെ ഞാനൊരു ഗ്ലൂവാൾ ശ്രദ്ധിച്ചായിരുന്നു. ആർസണലൊക്കെ തുറക്കണമെന്നുണ്ട്. അയ്യോ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചലഞ്ച് ഞാൻ മറന്നല്ലോ. നമ്മൾ വണ്ടി എടുത്ത് ട്രാവൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എൻ്റെ കുഴപ്പമില്ല, ഞാൻ പകുതിയെ വെച്ചങ്ങ് നടക്കും. നമുക്ക് ജീപ്പാണ് കേസ് കിട്ടിയേക്കണേ. ഓക്കെ, അറ്റ്സ് അഡ്വാൻറ്റേജ്. വർത്തില്ല നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാനാണുള്ളത്, അല്ലാണ്ട് നമുക്ക് സേഫിൽ ട്രാവൽ ചെയ്യാനല്ല. ഒന്നും കാര്യം നമ്മളുടെ വീട്ടിൻ്റെ അവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. വണ്ടി എടുത്തങ്ങ് വിട്ടാലോ, അവിടെ നിൽക്കുന്നത് റിസ്ക്കാണ്.
കഷ്ടമാണ് ഇത്. ഫോൺ ഡാമേജ് ഭയങ്കര കൂടുതലാട്ടാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫ്ലാഷ് ഫ്രീസും കൂടി അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഡയമണ്ട് 5 അടിക്കാറായി. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.